ഇത് പറയാലോ, പറയണ്ടെന്ന് വിചാരിക്കും. പക്ഷെ എന്ത് ചെയ്യാൻ, ഇവരൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ പോലെ മറ്റാരെ കുറിച്ചല്ല, അൻസിബിനെ കുറിച്ചാണ്. നീ ആരോടാ കളിക്കുന്നത് നിനക്കറിയോ? പിന്നീന്ന് കുത്തിനുള്ളവടെ അൻസിബ പറഞ്ഞു. അതിനുള്ള കാരണമായി എടുത്തിട്ട് നിങ്ങളൊന്ന് നോക്കി. കൂടുതൽ തവണ തന്നെ എവിക്ഷനിലേക്കുള്ള നോമിനേഷൻ ചെയ്തത് അർജുനാണ് പോലും. അതൊക്കെ ഒരു കാരണമാണ് അൻസിബ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടി കൂട്ടുകാരൻ, പിന്നെ ഒരു തോൽവി അയൽക്കാരനും. ഇത് ചുമ്മാ ബാക്ക് സ്റ്റാപ്പ് ചെയ്തെന്ന് പറയാൻ വേണ്ടി ഒരു കാരണം കണ്ടെത്തിയ പോലെ ആയി പോയി. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ജാസ്മിൻ ഏറ്റവും കൂടുതൽ നോമിനേറ്റ് ചെയ്തത് ജിൻഡോനാണ്. എന്നിട്ടിപ്പോ ഇന്നലെ ജിൻഡോയും ജാസ്മിനും തമ്മിൽ തോളിൽ കയറ്റ് നടക്കുന്നു. ഒരു പ്രശ്നവും അവർ തമ്മിൽ. എവിക്ഷനിലേക്കുള്ള നോമിനേഷൻ കൂടുതൽ ചെയ്തതൊന്നും ബാക്ക് സ്റ്റാപ്പിംഗ് ആയിട്ട് കൂട്ടൽ അൻസിബ. അതൊക്കെ വളരെ മോശമാണ്. നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെ എന്താ അതിന്റെ അർത്ഥം? കണ്ടസ്റ്റൻസിന്റെ PR ടീമുകൾ വന്നിട്ട് എനിക്ക് കുറെ പേരുകൾ തന്നിട്ടുണ്ടല്ലോ. അണലിസിബ, ബെഡ്സിബ, ഇങ്ങനെയുള്ള കുറെ പേരുകൾ തന്നിട്ടുണ്ട്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? അൻസിബ എങ്ങനെ ലൈവ് വരാനുള്ള കാരണമായിട്ട് എനിക്ക് തോന്നി എന്താണെന്ന് അറിയോ? അൻസിബക്ക് കപ്പടിക്കണം എന്ന് ആരാണ് ആഗ്രഹം? ഋഷി കപ്പടിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. എന്തൊക്കെയായാലും അൻസിബ, ഇത് വളരെ മോശം ഏർപ്പാടായി പോയി. എന്നെ ഒരു കാരണവുമില്ലാതെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇന്നലെ അർജുനാണെന്നുണ്ടെങ്കിലും എന്നെ ചൊറിഞ്ഞ് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. കുറെ പേര് അവിടെ നിന്നൊക്കെ പറയും, ഞാൻ എന്താണെന്ന് എനിക്കറിയാം. അപ്പൊ ബാക്കിയുള്ളവർ പറഞ്ഞിട്ട് നീ ഹേർട്ട് ആവത്തൊന്നുമില്ല. ഇത് ഒരു മെസ്സേജാണ്. എനിക്ക് ഇതുപോലെ എന്ത് പറയുന്നത് എനിക്കറിയില്ല. സോറി, കട്ട് ചെയ്തോളൂ.